ഇനി പാലക്കാട്ടേക്കാണ്. അവിടെ വാണയംകുളത്ത് പെട്രോൾ പമ്പിൽ ഒരു അതിക്രമം നടന്നു. തീ വെക്കാനായിരുന്നു ശ്രമം. തീപ്പെട്ടി കത്തിക്കുന്നത് കാണാം. പെട്രോൾ ഒഴിച്ച ശേഷം പെട്രോൾ പമ്പിന്റെ ആ നിലത്ത് ഓട്ടോയിലെത്തിയ 3 അംഗ സംഘമാണ് ഇത്തരത്തിൽ അതിക്രമം നടത്തിയത്. വാണിയംകുളം ടൗണിലെ KM പെട്രോൾ പമ്പിലായിരുന്നു സംഭവം. തിങ്കളാഴ്ച രാത്രി 11 മണിക്ക് ശേഷമാണ് ഇത്തരത്തിൽ നാടകീയ രംഗങ്ങൾ ആ പമ്പിൽ അരങ്ങേറുന്നത്. ക്യാനിൽ വാങ്ങിയ പെട്രോൾ നിലത്തൊഴിച്ച് തീ കൊളുത്താൻ ശ്രമിച്ചുവെന്ന് പെട്രോൾ പമ്പ് പരാതി നൽകിയിട്ടുണ്ട് പോലീസിൽ. 3 പേരടങ്ങിയ സംഘമാണ് ഓട്ടോറിക്ഷയിൽ ആ വാണിയമ്പറയിലെ ആ പമ്പിലേക്ക് എത്തുന്നത്. ബോട്ടിൽ കൈവശം ഇല്ല എന്നും ഒരു ബോട്ടിലിൽ പെട്രോൾ നിറച്ചു തരണമെന്നുമായിരുന്നു ഓട്ടോറിക്ഷയിലെത്തിയ ഈ 3 അംഗ സംഘത്തിന്റെ ആവശ്യം. പമ്പ് ജീവനക്കാർ പറഞ്ഞു, പക്ഷേ ഇവിടെ ബോട്ടിൽ ഇല്ല എന്ന്. നിങ്ങൾക്ക് പെട്രോൾ വേണമെങ്കിൽ നിങ്ങൾ ബോട്ടിൽ കൊണ്ടുവരണമെന്നുള്ളതായിരുന്നു ആ പെട്രോൾ ബങ്കിലിരുന്ന ആ ജീവനക്കാരന്റെ മറുപടി. ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന 2 പേർ നേരെ പുറത്തേക്കിറങ്ങി. പമ്പിൽ മുഴുവൻ അന്വേഷണം നടത്തുകയാണ്. അവർ പരിശോധിച്ചു. ഏറ്റവും ഒടുവിൽ ആ പമ്പിൽ അങ്ങനെ ഒരു ബോട്ടിലില്ല എന്ന് വ്യക്തമായതോടുകൂടി ഓട്ടോയിൽ തന്നെ അവർ കരുതിയിരുന്ന ഒരു ക്യാനുണ്ട്. ആ ക്യാൻ എടുത്ത് ജീവനക്കാർക്ക് നൽകി. അതിൽ പെട്രോൾ നിറച്ചു നൽകാൻ നിർബന്ധിച്ചു. അങ്ങനെ ഭീഷണികൾക്കും കുറെ അസഭ്യം പറച്ചിലും ഒക്കെ ഉണ്ടായി. ഇതിനൊടുവിൽ ജീവനക്കാർ ആ ക്യാനിൽ പെട്രോൾ നിറച്ചു നൽകി. പമ്പിൽ നിന്നും ബോട്ടിൽ നൽകേണ്ടത് നിങ്ങൾ ജീവനക്കാരുടെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞായിരുന്നു ആ സംഘത്തിലെ 2 പേർ ജീവനക്കാരോട് തട്ടിക്കയറിയതും അസഭ്യം പറഞ്ഞതും. പെട്രോൾ തന്നില്ലെങ്കിൽ പമ്പിന് തീ വയ്ക്കും, കൊല്ലും എന്നുള്ളതൊക്കെയായിരുന്നു ഭീഷണിപ്പെടുത്തി. അങ്ങനെയാണ് ആ ക്യാനിൽ വാങ്ങിയ പെട്രോൾ ആ പമ്പിനോട് ചേർന്ന് തന്നെ നിലത്തൊഴിച്ച് തീ കൊളുത്താൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നത്. പമ്പ് മാനേജർ ഷൊർണൂർ DSPക്ക് പരാതി നൽകി. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കാണിച്ചാണ് പരാതി നൽകിയിരിക്കുന്നത്. പോലീസ് അതിൽ വിശദമായിട്ട് അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ CCTVയിൽ എല്ലാം വ്യക്തമാണ്. ആരൊക്കെയാണ് എന്തൊക്കെയാണ് അവർ ചെയ്തതെന്ന് മുകളിൽ ഒരാളിരുന്ന് കാണുന്നുണ്ട് എന്നുള്ള ബോധ്യമില്ലാതെ കാട്ടിക്കൂട്ടി അതിക്രമം. നിഗൂഢതകളെ 20-ാം മണിക്കൂർ പൂർണ്ണമാകുകയാണ്. വീണ്ടും നാളെ കാണാം. വീണ്ടും 20-ാം മണിക്കൂർ.